കൂടുമാ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ മരുപ്പച്ച തേടി തേടി ഉരുകും വേനൽ തീരങ്ങളിൽ തളരുന്ന നേരം കരുത്തേകുവാൻ പാതയമായി പൊഴിയും ദൈവസ്നേഹത്തിൻ ജീവാമൃതം ആത്മയുഗത്തിൻ കൃപയായൊഴുകും അൾത്താരയിൽ മുറിഞ്ഞു പകരും ആത്മയുഗത്തിൻ കൃപയായൊഴുകും വിശ്വസ്നേഹത്തിൻ ദൈവാമൃതം സ്നേഹമേകീടേണമേയൻ മനം നീറുമ്പോ സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ സ്നേഹമേകീടേണമേയൻ മനം നീറുമ്പോ സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ
പാതി വഴിയിൽ പാവമെന്നെ പിരിയരുതൻ ദൈവമേ. പുലരുവോളം വഴിവിളക്കായി തെളിയണേ എൻ പാതയിൽ. കരുണ ചൊരിയും കരവുമാ അരികിലലിവായണയണേ. കരുണ ചൊരിയും കരവുമാ അരികിലലിവായണയണേ. ഞാൻ നിന്റെ പൈതലല്ലേ, നീ എൻ്റെ ദൈവമല്ലേ. നീയല്ലതാരുമില്ല എന്നെ സ്നേഹിച്ചിടാ. സ്നേഹമേകിടേണമേ എൻ മനം നീറുമ്പോ. സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ. സ്നേഹമേകിടേണമേ എൻ മനം നീറുമ്പോ. സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ. ആരും കാണാതെ ഞാൻ കരയുമ്പോ. ആരോടും പറയാതെ ഞാനൊരുകുമ്പോ. ആരും കാണാതെ ഞാൻ കരയുമ്പോ. ആരോടും പറയാതെ ഞാനൊരുകുമ്പോ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ദൈവമേ ആശ്രയം നീ മാത്രമേ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ശരീരം വിയർത്തപ്പോൾ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും രക്തത്തുള്ളികളാണ് ഇറ്റിറ്റ് വീഴുന്നത്. ഗദത്സമനിലെ തീവ്രവേദന, സത്യത്തിൽ ആ വേദനയുടെ തീവ്രത എന്തുമാത്രം വലുതാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വളരെ വലിയൊരു രഹസ്യമാണ് യേശുവിൻ്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിൽ നിന്നും രക്തത്തുള്ളികൾ വിയർപ്പ് തുള്ളികളായിട്ട് ഇറ്റിറ്റ് വീണു എന്നുള്ളത്. അപ്പോൾ മുതൽ യേശുക്രിസ്തുവിൻ്റെ രക്തം മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവിടുന്ന് കുരിശിൽ കിടക്കുമ്പോൾ ചിന്തിയ അവസാന തുള്ളി വരെ ചിന്തിയ ഓരോ തുള്ളി രക്തവും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ വചനം ഇങ്ങനെയാണ് പറയുന്നത്. 9-ാം അധ്യായം 22-ാമത്തെ വാക്യം, നിയമപ്രകാരം എല്ലാ വസ്തുക്കളും രക്തത്താലാണ് ശുദ്ധീകരിക്കപ്പെടുന്നത്, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ പാപമോചനമില്ല. കാരണം നിയമപ്രകാരം മിക്ക വസ്തുക്കളും ശുദ്ധീകരിക്കപ്പെടുന്നത് രക്തത്താലാണ്. അപ്പോൾ വിശുദ്ധീകരണം എന്ന് പറയുന്നത് രക്തത്തിലൂടെ സംഭവിക്കുന്ന കാര്യമാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. എന്തുകൊണ്ടാണ് രക്തത്തിലൂടെ വിശുദ്ധീകരണം സംഭവിക്കുന്നത്? ലേവ്യരുടെ പുസ്തകമാണ് അതിന് മറുപടി പറയുന്നത്. 17-ാം അധ്യായം വാക്യം 11. ശരീരത്തിൻ്റെ ജീവനിരിക്കുന്നത് രക്തത്തിലാണ്. രക്തത്തിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ടെങ്കിൽ ആ ജീവനിരിക്കുന്നത് രക്തത്തിലാണെന്ന് നമുക്കറിയാം. ഒരു ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ, ഒരു അപകടം ഉണ്ടാകുമ്പോൾ,
ഒരു വ്യക്തിയുടെ ദേഹത്തു നിന്ന് രക്തം പോയി കഴിഞ്ഞാൽ അവസാനത്തുള്ളി രക്തം പോകുമ്പോഴേക്കും ആ വ്യക്തിയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് ആക്സിഡന്റ് പറ്റി ഒരു വ്യക്തിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ തന്നെ ഇത്ര കുപ്പി രക്തം വേണമെന്ന് വൈദ്യശാസ്ത്രം നമ്മോട് ആവശ്യപ്പെടും. ശരീരത്തിൻ്റെ ജീവൻ ഇരിക്കുന്നത് രക്തത്തിലാണ്. രക്തത്തിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ബലിയർപ്പണങ്ങൾ നമുക്കറിയാം. പഴയ നിയമത്തിൽ മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ ആ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യൻ ബലിയർപ്പിക്കും. പാപപരിഹാര ബലി. ഈ ബലി എങ്ങനെയാണ്? ഒരാട്ടിൻകുട്ടിയെ, ഒരു കാളക്കിടാവിനെ, അതിൻ്റെ കഴുത്ത് മുറിച്ച് രക്തം ബലിപീഠത്തിൽ തളിച്ചുകൊണ്ട് പഴയ നിയമത്തിലുള്ള സമൂഹം പാപത്തിൽ നിന്ന് മോചനം നേടിയെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഹെബ്രയർ 10:4 പറയുന്നുണ്ട്, കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയുവാൻ സാധിക്കുകയില്ല. കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സ്വർഗം ഒരു കുഞ്ഞാടിനെ ലോകത്തിലേക്ക് അയച്ചു. ആ കുഞ്ഞാടിനെ ചൂണ്ടിയിട്ട് സ്നാപയോഹന്നാൻ ഇപ്രകാരമാണ് വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, യേശു എന്ന കുഞ്ഞാട് ഈ ലോകത്തിലേക്ക് വന്നത് ലോകം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ്. അതിനെക്കുറിച്ച് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിനായി ബലിപീഠത്തിങ്കലേക്ക് കൊണ്ടുപോകുന്ന രക്തമെടുത്ത മൃഗത്തിൻ്റെ ശരീരം ദഹിപ്പിക്കുന്നത് പാളയത്തിന് പുറത്തു വെച്ചാണ്. ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. ഈ വചനത്തിലൂടെ നമ്മളെ ദൈവം എന്താണ് ബോധ്യപ്പെടുത്തുന്നത്? പ്രിയപ്പെട്ടവരെ, സാധാരണ പ്രധാന പുരോഹിതൻ ബലിയർപ്പിച്ചു കഴിയുമ്പോൾ കാളക്കിടാവിനെയാകാം, കോലാട്ടിൻകുട്ടിയെ ആകാം, അതിൻ്റെ രക്തമെല്ലാം ബലിപീഠത്തിൽ തളിച്ചു കഴിഞ്ഞാൽ ആ ബലിമൃഗത്തെ എന്തു ചെയ്യും? പാളയത്തിന് പുറത്തു കൊണ്ടുപോയി ദഹിപ്പിക്കും. എന്തുകൊണ്ടാണ് ഈ ബലിമൃഗത്തെ ദഹിപ്പിക്കുവാനായിട്ട് പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്? കാരണം പാളയത്തിൽ വെച്ച് ദഹിപ്പിച്ചാൽ ഈ അശുദ്ധിയെല്ലാം പാളയത്തിൽ തന്നെ സ്ഥിതി ചെയ്യും. അതുകൊണ്ട് വചനം പറയുകയാണ്, പ്രധാന പുരോഹിതൻ പാപപരിഹാരത്തിന് വേണ്ടി ബലിപീഠത്തിങ്കലേക്ക് കൊണ്ടുപോകുന്ന രക്തമെടുത്ത മൃഗത്തിൻ്റെ ശരീരം ദഹിപ്പിക്കുന്നത് പാളയത്തിന് പുറത്തു വെച്ചാണെങ്കിൽ ക്രിസ്തുവും കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. കവാടത്തിന് പുറത്തു വെച്ച് പീഡനമേറ്റു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിൻ്റെ മാനവരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ ലോകത്തിൽ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. തീത്തോസിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചു. യേശുക്രിസ്തു കുരിശിൽ മരിച്ചത് എന്തിനു വേണ്ടിയാ? 2 കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്ന്, എല്ലാ തിന്മകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടി. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ തിന്മകളിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ട്, എല്ലാ തിന്മകളിൽ നിന്ന് നമുക്ക് വീണ്ടെടുപ്പുണ്ട്. ആരെങ്കിലും തിന്മകളുടെ അടിമത്തത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, എല്ലാ തിന്മകളുടെയും അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകാൻ വേണ്ടിയാണ് യേശുക്രിസ്തു നമ്മുടെ പാപത്തിന് അവൻ പരിഹാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാ തിന്മകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് 2-ാമത്തെ കാര്യം, സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ തന്നെ ബലിയർപ്പിച്ചുവെന്ന്. സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനത. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാൽ നമ്മുടെ ജീവിതം യേശുവിന് വേണ്ടി അർപ്പിക്കേണ്ട ജീവിതമാണ്.
യേശുവിനെ പ്രഘോഷിക്കേണ്ട ജീവിതമാണ്. ആ പ്രഘോഷണം എന്ന് പറയുന്നത് തീഷ്ണതയുടെ പ്രഘോഷണമാണ്. അതുകൊണ്ട് വചനം പറയുന്നത് സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീഷ്ണതയുള്ള ഒരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നമുക്ക് വേണ്ടി ബലി ആയി മാറി. പ്രിയപ്പെട്ടവരെ, തീഷ്ണതയുള്ള ഒരു പ്രേക്ഷിതൻ എല്ലാ ക്രിസ്ത്യാനികളുടെയും എല്ലാ വിശ്വാസികളുടെയും ഉള്ളിലുണ്ട്. എന്താണ് നിന്റെ പ്രേക്ഷിത പ്രവൃത്തി? ഈ വിശ്വാസമുണ്ടല്ലോ, യേശു ക്രിസ്തു നിന്റെ പാപത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞു, അവൻ്റെ രക്തത്തിലൂടെ നമുക്ക് പാപപരിഹാരമുണ്ട് എന്നുള്ള ഈ പ്രഘോഷണം തീഷ്ണതയോടെ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടി കൂടിയാണ് അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയായി മാറിയതെന്ന് വേദപുസ്തകം പ്രത്യേകം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് സ്വർഗത്തിലേക്ക് പോയ വിശുദ്ധരുടെ കാര്യം നമുക്ക് എടുക്കാം. ഇവരൊക്കെ എങ്ങനെയാണ് വിശുദ്ധരായത്? ഭൂമുഖത്ത് ജീവിച്ചപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വീഴ്ചകളില്ലായിരുന്നോ? കുറവുകളില്ലായിരുന്നോ? ഇവരാരും പാപം ചെയ്യാത്തവരാണോ? പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, വെളിപാട് പുസ്തകം 5-ാം അധ്യായത്തിനൊരു പ്രത്യേകതയുണ്ട്. യോഹന്നാൻ പാത്മോസിന്റെ ഏകാന്തതയിലിരുന്ന് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ വളരെയേറെ കരയുവാൻ കാരണമായ ഒരു സംഭവം ഈ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണത്? വെളിപാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തകച്ചുരുൾ സ്വീകരിക്കുവാനും അതിൻ്റെ മുദ്രകൾ തുറക്കുവാനും നീ യോഗ്യനാണ്, കാരണം നീ വധിക്കപ്പെട്ടു, നിന്റെ രക്തത്തിലൂടെ എല്ലാ ഭാഷയിലും ഗോത്രത്തിലും ജനതകളിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ കണ്ട ദൈവിക ദർശനം എന്താണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെട്ട ഒരു പുസ്തകച്ചുരുള്, സപ്തമുദ്രകൾ പതിച്ചിട്ടുള്ളത്, അകത്തും പുറത്തും എഴുതപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകച്ചുരുൾ പാത്മോസിന്റെ ഏകാന്തതയിൽ, പ്രാർത്ഥനയിൽ, ധ്യാനത്തിലായിരിക്കുന്ന യോഹന്നാന്റെ മുന്നിലേക്ക് നീട്ടപ്പെട്ടപ്പോൾ ആ പുസ്തക ചുരുൾ അത് തുറക്കുവാൻ, അതിലെ മുദ്രകൾ തുറക്കുവാൻ, അതിന് യോഗ്യതയുള്ള, ഇത് സ്വീകരിക്കുവാൻ അതിന് യോഗ്യതയുള്ളത് ആരാണെന്ന് ചോദിക്കുമ്പോൾ യോഹന്നാൻ സ്വർഗത്തിലേക്ക് നോക്കുന്നു, യോഹന്നാൻ ഭൂമിയിലേക്ക് നോക്കുന്നു, യോഹന്നാൻ തനിക്ക് ചുറ്റുമുള്ള ഇടങ്ങളിലേക്കെല്ലാം നോക്കുന്നു. ആരാണ് ഈ പുസ്തക ചുരുൾ സ്വീകരിക്കുവാൻ യോഗ്യതയുള്ളത്? യോഹന്നാൻ ആരെയും കണ്ടെത്താൻ സാധിച്ചില്ല. യോഹന്നാനായ ഞാൻ വളരെയേറെ കരഞ്ഞു. പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. യൂദാ വംശത്തിന്റെ സിംഹം. പ്രിയപ്പെട്ടവരെ, സ്നാപകൻ ചൂണ്ടിക്കാണിച്ച ക്രിസ്തു എന്ന് പറയുന്നത് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെങ്കിൽ, വെളിപ്പാടിലെ യോഹന്നാൻ കാണുന്ന ക്രിസ്തു എന്ന് പറയുന്നത് അവൻ ലയൺ ഓഫ് ജൂദയാണ്, യൂദാ വംശത്തിന്റെ സിംഹമാണ്. നീ കരയാതിരിക്കൂ, യൂദാ വംശത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ഈ പുസ്തക ചുരുൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അതെ, അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കുവാനും അതിൻ്റെ മുദ്രകൾ തുറക്കുവാനും യേശുവേ നീ യോഗ്യനാണ്. കാരണം എന്താ? നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിന്നെ നേടാനായി കുഞ്ഞേ വില നൽകി ഞാൻ, നിന്നെ നേടാനായി സ്വന്തം രക്തം നൽകി. നിന്നെ നേടാനായി കുഞ്ഞേ വില നൽകി ഞാൻ, നിന്നെ നേടാനായി സ്വന്തം രക്തം നൽകി. ഇനി നീ എൻ്റെ രക്തത്തിൻ മകൻ, നീ എൻ്റെ രക്തത്തിൻ മകൾ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യേശു രക്തം ചിന്തി. കൊളോസസ് 1:20 ഇപ്രകാരം പറയുന്നത്,
സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നെ അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് ലോകത്ത് സമാധാനമില്ലെങ്കിൽ, ഇന്ന് ലോകത്ത് സന്തോഷമില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്ന് പറയുന്നവൻ, ആ സമാധാനം നമുക്ക് തരാനായിട്ട് അവൻ തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും മറുപടിയായിട്ട് നൽകിക്കഴിഞ്ഞു. സമാധാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ, കുടുംബത്തിൽ സമാധാനമില്ലെങ്കിൽ, സമൂഹത്തിൽ സമാധാനമില്ലെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണ് സമാധാനം സ്ഥാപിക്കപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈശോയെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ കുടുംബത്തെ കഴുകണമേ, എൻ്റെ ദേശത്തെ കഴുകണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയാൽ നമ്മളിലേക്ക് സമാധാനം കടന്നു വരികയാണ്. അതേ, സമാധാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. യേശുവിൻ്റെ രക്തത്തിലൂടെയാണ് നമുക്ക് ഈ സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തില് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു, 2:13, എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. ഒരിക്കൽ നിങ്ങൾ വിദൂരസ്ഥരായിരുന്നു, എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായിരിക്കുന്നു. നമ്മൾ അന്യരല്ല, നമ്മൾ പരദേശികളല്ല, നമ്മൾ അകലങ്ങളിലല്ല. നീ എത്ര വലിയ പാപിയാണെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് വരുവാനായിട്ട് സാധിക്കും, ദൈവത്തിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഈ വചനത്തിലൂടെ സ്വർഗം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ കുറവുകളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാതെ നമ്മൾ യേശുവിലേക്ക് നോക്കുക, കുഞ്ഞാടിലേക്ക് നോക്കുക. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെ ദൈവം നമ്മെ സമീപസ്ഥരാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് വചനം പറയുന്നുണ്ട്, ഹെബ്രയർ 9:14, നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ അന്ധക്കരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ ദൈവത്തിന് സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം പരിശുദ്ധാത്മാവിലൂടെ കറയില്ലാതെ, കളങ്കമില്ലാതെ, അതെ, കറയോ കളങ്കമോ ഇല്ലാതെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മുടെ അന്ധക്കരണത്തെ നിർജീവ പ്രവർത്തികളിൽ നിന്ന് വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു വിശുദ്ധീകരണം സാധ്യമാണ്. നമ്മുടെ അന്ധക്കരണം നിർജീവ പ്രവർത്തികളിൽ നിന്ന് വിശുദ്ധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണെന്ന് വേദപുസ്തകം പ്രത്യേകം സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എഫേസസ് 1:7 പറയുന്നുണ്ട്, അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിലൂടെ പാപമോചനമുണ്ട്. അവൻ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ നമ്മൾ രക്ഷയിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ ജീവിതം രക്ഷയുടെ അനുഭവം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെയാണെന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറഞ്ഞത്, 1 പത്രോസ് 1-ാം 18-19 വാക്യങ്ങൾ, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് സ്വർണമോ വെള്ളിയോ കൊണ്ടല്ല, പിന്നെയോ കുഞ്ഞാടിൻ്റെതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളായി മാറുവാൻ കാരണം നമ്മുടെ മാതാപിതാക്കന്മാരാണ്. മാതാപിതാക്കന്മാരുടെ ജീനുക്കളിലൂടെയും ക്രോമസോമുകളിലൂടെയും നമ്മളിലുള്ള ജനിതക ഘടന രൂപപ്പെട്ടു. ചില ദുസ്വഭാവങ്ങൾ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നവയാണ്. എന്നാൽ ഇതിന് പരിഹാരമുണ്ട് എന്നുള്ളതാണ് ഏറെ സന്തോഷമുള്ള കാര്യം. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് സ്വർണം കൊണ്ടല്ല, വെള്ളി കൊണ്ടല്ല.
അതെ, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. സ്വർണം വില കൊടുത്തല്ല വാങ്ങിയത്, അല്ലെങ്കിൽ വെള്ളി കൊടുത്തല്ല വാങ്ങിയത്. പിന്നെയോ ചങ്കിലെ ചോര അവസാന തുള്ളി വരെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി അവിടുന്ന് മാറ്റിവെച്ചു എന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രക്തത്തിലൂടെ വിശുദ്ധീകരണമുണ്ട്, ഈ രക്തത്തിലൂടെ പാപമോചനമുണ്ട്. നമ്മൾ എത്രയോ തവണ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓരോ തവണ കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോഴും ഈശോ കടന്നുപോയ അതിതീവ്രമായ സഹനാനുഭവങ്ങളെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓർക്കണം, ആ സ്ഥലത്ത് അവിടുന്ന് രക്തം വീർത്തപ്പോൾ, അല്ലെങ്കിൽ അവിടുന്ന് കുരിശുമായിട്ട് വീണപ്പോൾ, അല്ലെങ്കിൽ തൻ്റെ വിലാപ്പുറത്ത് കുന്തം കുത്തിയിറക്കിയപ്പോൾ തൻ്റെ ശരീരത്തിലെ അവസാനത്തുള്ളി രക്തവും വെള്ളവും ഇറ്റു വീണത് നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിക്കണം, ഈശോയെ, അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, എൻ്റെ കുടുംബത്തെ കഴുകണമേ, ലോകം മുഴുവനെയും കഴുകണമേ. പ്രിയപ്പെട്ടവരെ, നാളുകളായിട്ട് മാനസാന്തരപ്പെടാത്തവർക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായ പ്രാർത്ഥന യേശുവിൻ്റെ രക്തത്തിൻ്റെ പ്രാർത്ഥനയാണ്. തിരുരക്തത്തിലൂടെ വിശുദ്ധീകരണമുണ്ട്, തിരുരക്തത്തിലൂടെ സ്വാതന്ത്ര്യമുണ്ട്, തിരുരക്തത്തിലൂടെ വിടുതലുണ്ട്. സത്യത്തിൽ ഇത് രക്ഷയുടെ ഒരു സദ്വാർത്തയാണ്. ഈ സദ്വാർത്ത ലോകം മുഴുവനോടും പങ്കുവെക്കാനായിട്ട് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുക. ഇന്ന് മന്ന എന്ന ഈ ശുശ്രൂഷയിലൂടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്ക് ഈശോയുടെ രക്തത്തിൻ്റെ ഈ സാക്ഷ്യം മറ്റുള്ളവരോട് പങ്കുവെക്കാം. എങ്ങനെയാണ്? നമ്മൾ ഇത്തരം വീഡിയോകൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നത് അത് വലിയ സുവിശേഷ പ്രഘോഷണമാണ്. ഒരുപക്ഷെ അനേകർക്ക് അത് രക്ഷയ്ക്ക്, വിടുതലിന് കാരണമായി മാറും. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. വിശ്വസ്നേഹത്തിൻ്റെ അമൃതം